കലണ്ടറുകളുടെ മനസ്സ് വായിച്ചിട്ടുണ്ടോ? അതിൻ്റെ വിചാരങ്ങൾ അറിഞ്ഞാൽ ചുറ്റുമുള്ള പലരുടെയും മനസ്സ് വായിക്കാൻ പറ്റും. എത്ര ഭംഗിയുള്ള കലണ്ടർ ഭിത്തിയിൽ തൂക്കിയാലും തീയതി നോക്കേണ്ട ആവശ്യം വന്നാലേ മനുഷ്യർ കലണ്ടറിലേക്ക് നോക്കാറുള്ളൂ. ആരും നമ്മളെ ഗൗനിക്കാത്തത് നമ്മൾ മോശമായതുകൊണ്ടല്ല, അവർക്ക് നമ്മളെക്കാൾ പ്രാധാന്യമുള്ള മറ്റ് കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. എത്ര ഭംഗിയുള്ള കലണ്ടറാണെങ്കിലും ഏറ്റവും നല്ല പടങ്ങളുണ്ടെങ്കിലും നോക്കുമ്പോൾ കാണുന്നത് അതാത് മാസങ്ങളല്ലെങ്കിൽ ആളുകൾ പറയും, അയ്യേ ഇതെന്താ ഇങ്ങനെ. ആരെക്കൊണ്ടും അയ്യേ എന്ന് പറയിക്കാതിരിക്കാൻ അറിവുകൾ കാലഹരണപ്പെടാതെ നോക്കുക. എപ്പോഴും അപ്ഡേറ്റഡ് ആകുക. കലണ്ടറിൽ ചില ദിവസങ്ങൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ചുവപ്പാണ്, ചില ദിവസങ്ങൾക്ക് നല്ല കറുപ്പും. പക്ഷേ ഒരു ദിവസത്തിൻ്റെ ഭംഗി അന്നത്തെ നമ്മുടെ കയ്യിലിരിപ്പിലാണ്. അതിന് കലണ്ടറിനെയോ ദിവസത്തെയോ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. സംതൃപ്തി തോന്നുന്ന വിധത്തിൽ ദിവസം ഭംഗിയാക്കാം. കലണ്ടറുകൾ അല്പായുസാണ്. എത്ര ഉപകാരം ചെയ്താലും ഒരു വർഷമേ ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ വലിച്ചെറിയപ്പെടും. നമ്മളും എത്ര ഉപകാരം ചെയ്താലും സ്നേഹിച്ചാലും എന്നും എല്ലാവരുടെയും മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെടില്ല. ഒരിക്കൽ നമ്മളും വലിച്ചെറിയപ്പെടും. പുതിയത് വരുമ്പോൾ മാറിക്കൊടുത്തേ പറ്റുള്ളൂ. ഡു യുവർ ഡ്യൂട്ടീസ് ആൻഡ് മൂവ് ഓൺ. ഒരു വർഷം 12 മാസങ്ങളുണ്ട്, 365 ദിവസങ്ങളും. ഇതിലേതെങ്കിലും ഒരു മാസം കുറഞ്ഞാലും കൂടിയാലും ആർക്കും കലണ്ടറിനെ വേണ്ടാതെയാകും. എപ്പോഴും കൃത്യതയുള്ളവരായിരിക്കുക. അലസതയും ഉഴപ്പും തെറ്റുകളും നമ്മളെയും വിലയില്ലാത്തവരാക്കും. എല്ലാ ദിവസവും കലണ്ടർ നോക്കുന്നവർ ആർക്കോ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അവർ അക്കങ്ങളെ വെട്ടിത്തള്ളും. ജീവിതം എപ്പോഴും സ്വന്തം സ്വപ്നങ്ങൾക്ക് പിന്നാലെ ആകണമെന്നില്ലല്ലോ. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയും ചില ദിവസങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കാത്തിരിക്കാം. ചില പാവപ്പെട്ട മനുഷ്യർ കാലം കഴിഞ്ഞാലും കലണ്ടർ ഉപേക്ഷിക്കില്ല. ജന്മദിനങ്ങൾ, കുടിശ്ശിക, ഫോൺ നമ്പറുകൾ എന്നിങ്ങനെ അവരുടെ ജീവിതത്തെ സംബന്ധിച്ച പലതും അതിൽ എഴുതിയിട്ടുണ്ടാവും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ എഴുതി ചേർക്കാൻ കുറച്ച് സ്ഥലം ജീവിതത്തിൽ വിട്ടുകൊടുത്താൽ നിന്റെ ഓർമ്മകൾ അവർ അവസാനിക്കാതെ സൂക്ഷിക്കും.